ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബഷീർ ദിന ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ്ട് 80ഓളം ചോദ്യോത്തരങ്ങളുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ ആഡ് ആക്കിയിട്ടുണ്ട്. അതിന് ശരിയായ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേര് കൂടി പറയാൻ മറക്കല്ലേ. ശരിയുത്തരം എഴുതുന്ന കൂട്ടുകാരുടെ പേരുകൾ നാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്? ഉത്തരം 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? ഉത്തരം പ്രേമലേഖനം. 1942 പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചത്. ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത്? ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി? ഉത്തരം സർപ്പയജ്ഞം. സർപ്പയജ്ഞമാണ് ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? ഉത്തരം മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്ത്? ഉത്തരം ഫാബി ബഷീർ. ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1970. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം തേന്മാവ്. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം EM അഷ്റഫ്. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിൽ? ഉത്തരം കോട്ടയം ജില്ലയിൽ. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? ഉത്തരം ഭാർഗവീ നിലയം. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീർ ഒരു നാടകം രചിച്ചിട്ടുണ്ട്. ഏതാണ് ആ നാടകം? ഉത്തരം കഥാബീജം. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത്? ഉത്തരം 1930 ഉപ്പു സത്യാഗ്രഹം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ഉത്തരം പത്മശ്രീ അവാർഡ്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത്? ഉത്തരം ഒഴിഞ്ഞ വീട്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ് സോജ രാജകുമാരി. ബഷീറിൻ്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത്? ഉത്തരം ജയകേസരി. പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ച വർഷം ഏത്? പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ചത് 1959. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്ത്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ബഷീറിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ. വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം ഇന്റുപ്പൂപ്പാക്കൊരാനണ്ടാർന്ന്. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം MA റഹ്മാൻ. ബഷീർ അന്തരിച്ചത് എന്നാണ് ബഷീർ അന്തരിച്ചത്? ഉത്തരം 1994 ജൂലൈ 5. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം MN കാരശ്ശേരി. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം പ്രൊഫസർ MN വിജയൻ.
ന്റുപ്പൂപ്പാക്കൊരാനണ്ടാർന്ന് എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേരെന്ത്? ഉത്തരം കുഞ്ഞു പാത്തുമ്മ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഉത്തരം ഇമ്മിണി ബല്യ 1. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? ഉത്തരം യാ ഇലാഹി. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്ത്? ഉത്തരം വയലാലിൽ വീട്. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം EM അഷ്റഫ്. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? ഉത്തരം നേരും നുണയും. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് എന്ത്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. 2024 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം E സന്തോഷ് കുമാർ. ബഷീർ ദിനം എന്ന്? ഉത്തരം ജൂലൈ 5. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതി ഏത്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീർ നടത്തിയ പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണത്? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയത്? ഉത്തരം പ്രഭ. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രൊഫസർ MN വിജയൻ എഴുതിയ കൃതി ഏത്? ഉത്തരം മരുഭൂമികൾ പൂക്കുമ്പോൾ. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം A വിൻസെൻ്റ്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിൽ? ഉത്തരം കോഴിക്കോട് ജില്ലയിൽ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവ് ആര്? ഉത്തരം കുഞ്ഞാത്തുമ്മ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേര് എന്ത്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്ത്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൽ നായകവേഷത്തിൽ ആരായിരുന്നു? ഉത്തരം മധു. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആര്? ഉത്തരം വിജയ നിർമ്മല. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഉത്തരം ഷാഹിന, അനീസ്. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്ത്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ്. ഏതാണ് ഈ ചെറുകഥ? ഉത്തരം അനർഘ നിമിഷം. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? ഉത്തരം പ്രേം പാറ്റ. എൻ്റെ ബഷീർ എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം ONV കുറുപ്പ്. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം റൊണാൾഡ് E ആഷർ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? ഉത്തരം അനർഘ നിമിഷം. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഉത്തരം MK സാനു. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര്? ഉത്തരം മമ്മൂട്ടി. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉത്തരം ഉജ്ജീവനം. മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീർ കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1993.
1993 ബഷീറിൻ്റെ കൂടെ വള്ളത്തോൾ അവാർഡ് ലഭിച്ച സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണിയമ്മ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് എന്ന്? ഉത്തരം 1982. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ആ മരം ഏത്? ഉത്തരം മാംഗോസ്റ്റിൻ. ഓർമ്മയുടെ അറകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം 1973. വിശ്വവിഖ്യാത മൂക്ക് പ്രസിദ്ധീകരിച്ച വർഷമേത്? ഉത്തരം 1954. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര്? ഉത്തരം പ്രേം നസീർ. ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1993. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിൽ? ഉത്തരം മതിലുകൾ. പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം 1959. കൂട്ടുകാരെ, നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. എൻ്റെ ബഷീർ എന്ന കവിത എഴുതിയത് ആര്? ഇതിന് ശരിയായ ഉത്തരം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തുക. See you the next video. Bye bye.